മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതാവാണ് കെ എം ഷാജി. തന്റെ അഭിപ്രായത്തെ എവിടെ വേണമെങ്കിലും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു തുറുപ്പ് ചീട്ടാക്കി പലപ്പോഴും പാണക്കാട്ടെ കുടുംബം മാറ്റാറുമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും പി കെ ബഷീറും സഭയ്ക്കുള്ളിൽ കസറുമ്പോൾ കെ എം ഷാജി രാഷ്ട്രീയ കേരളത്തെ മൊത്തത്തിൽ പിടിച്ചുലച്ച മൈക്കുമായി ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. ഇവിടെ കെ എം ഷാജി മുസ്ലിമാണ്, മലബാറുകാരനാണ്, പോരാത്തതിന് ലീഗും. അതുകൊണ്ട് വർഗീയവാദി എന്ന ലേബൽ പെട്ടെന്ന് അടിച്ചു കൊടുക്കാനും പറ്റും. കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ലീഗ് നിറഞ്ഞാടിക്കൊണ്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് വിജയം കൊയ്തെടുത്തതാണത്. അന്ന് നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്, ഇത് ടീം UDFന്റെ വിജയമെന്ന്. അതിനു പിന്നാലെയാണ് മുഖ്യനും കൂട്ടരും ഹിന്ദു പ്രീണനമേ എന്ന നയം കൈക്കൊണ്ടത്. അതായത് ഇനി ഒരിക്കൽ കൂടി പിണറായിക്ക് ഭരണം കിട്ടിയില്ല എങ്കിൽ അത് തങ്ങളുടെ നാശത്തിനാണ്. അതുകൊണ്ട് എന്തു നയം വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് CPMന്റെ നേതാവ് തന്നോട് പറഞ്ഞു എന്ന കാര്യം കെ എം ഷാജി ഇന്ന് മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി പറയുന്നുണ്ട്. അവിടെയാണ് മുഖ്യന്റെയും മകളുടെയും കള്ളക്കളികൾ കുറച്ചുകൂടി കെ എം ഷാജി തുറന്നു പറയുന്നത്. രാഷ്ട്രീയ കേരളം ചെവിക്കൊള്ളേണ്ട വാക്കുകളാണ് കെ എം ഷാജിയുടേത്. അതൊന്ന് കാണാം. ഇല്ല, ഈഴവശിവൻ എന്തിനാ ഉണ്ടാക്കിയത്? ഈഴവശിവൻ എന്തിനാ ഉണ്ടാക്കിയത്? അല്ല അല്ല തർക്കിക്ക. എന്റെ ചോദ്യം ഇതാണ്, ഈഴവശിവൻ എന്താണ്? ഈഴവശിവൻ എന്താണ്? ഈഴവശിവൻ എന്താണ്? എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ ശിവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതെ, അപ്പോ നല്ല നല്ല വർത്തമാനം. ബ്രാഹ്മണന്മാരോടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്വേന വാഴുന്ന, അല്ലേ? അതാണ് അതാണ് നിങ്ങൾക്കുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്താ വെച്ചാൽ സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നതിനെയാണ് സെക്കുലർ എന്ന് പറയുന്നത്. സ്വന്തം സമുദായത്തിന്, ഞാനൊരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ അഭിമാനത്തോടെ നിൽക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ വിഷയം. അത് അറിയാതെ പോയതാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയം. ഇന്ത്യൻ സെക്കുലറിസത്തെ കുറിച്ച് അവർക്കറിയില്ല. അവർക്കറിയുന്ന യൂറോപ്യൻ സെക്കുലറിസമാണ്. ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകത അത് ഇൻക്ലൂസീവായിട്ടുള്ള സെക്കുലറിസമാണ്. എൻ്റെ മതത്തിൻ്റെയോ എൻ്റെ ജാതിയുടെയോ പേരിൽ അഭിമാനിക്കാം. ഇനി ഗുരു സമുദായത്തിന് വേണ്ടി വാദിച്ചിട്ടില്ല നിങ്ങൾ വെള്ളാപ്പള്ളിനോട് പറഞ്ഞേക്കാം, എന്നോട് പറയണ്ട. അതാ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസി അല്ലാത്ത ഒരാൾ, ഒരു കപടനായ ഒരാൾ പോയിട്ട് ഒരു ഇതേ പിന്നെ ആൾദൈവങ്ങൾക്ക് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾ 20 കൊല്ലം മുമ്പ് ഇപ്പോഴും ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ, അയാൾ പിന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ, ഹിന്ദു കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ ഇതേ കള്ളൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാനിങ്ങനെ കള്ളനെ കണ്ടപ്പോൾ കള്ളനാന്ന് പറയും. അത് കുഴപ്പമാണ്. ഇല്ലല്ലേ, മതം കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലല്ലോ. അതേ പ്രശ്നമുള്ളൂ. മതവുമായി അതിനെ കൂട്ടിക്കെട്ടണ്ടെന്ന് തന്നെ ഞാനും പറയുന്നത്. അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല. CPM നിരന്തരമായി അത്തരത്തിലുള്ള മതപരമായ കൂട്ടിക്കെട്ടലുകൾ നടത്തുന്നുണ്ട്. അതാ പ്രശ്നം. ഞാൻ എന്തിന് ഹാലളകണം എന്ന് ചോദിക്കുന്നത് അതെൻ്റെ രാഷ്ട്രീയമായ അവകാശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തിനെന്ന് പറഞ്ഞു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഉത്തരാണ് പറയുന്നത്. അല്ലാതെ ഞാൻ അവരെന്താ ഇന്ത്യ രാജ്യത്ത് ചോദിക്കുന്നതിന് അവകാശമില്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രം എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളെ അല്ല തിരിച്ചറിയാം. അല്ല, എൻ്റെ പ്രസംഗത്തെക്കുറിച്ച്, എൻ്റെ പ്രസംഗത്തിൽ അങ്ങനല്ല. എൻ്റെ പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി വേറെയാണ്, അല്ലേ? PDPയുടെ ഐഡിയോളജി വേറെയാണ്, NDFന്റെ ഐഡിയോളജി വേറെയാണ്. ഇത് കൃത്യമായിട്ട് എൻ്റെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ, എൻ്റെ ജമാഅത്ത് വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 50-ലധികം ലേഖനങ്ങൾ മാതൃഭൂമിയിലും മലയാളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ഞാൻ എഴുതിയതാണ്, ഞാൻ പ്രസംഗിച്ചതാണ്, ഞാനത് തുടരുന്ന ഒരാളാണ്. അതെ, ഒരു പാർട്ടി കൺവെൻഷനകത്ത് ഈ 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ്, സ്വത്വ ബോധവും സ്വത്വ രാഷ്ട്രീയവും എന്താണ്, ഇതിനാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പ്രസംഗത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ ആധുനിക കാലത്തെ മീഡിയ എന്താണ് ഈ പിന്നെ സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കുന്ന പരാക്രമം, അതേ പരാക്രമം വെച്ചിട്ടാണ് എന്നെ തിരിച്ചടിക്കുകയും ചെയ്തത്. മനസ്സിലായി? എനിക്ക് കുഴപ്പമില്ല. അത് പിന്നെ ചിലർക്ക് കൊണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ ഇത് വ്യത്യസ്തമായി കാണുന്ന ഒന്നാണ്. എൻ്റെ പാർട്ടിക്കാരോട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയണം, നിങ്ങൾ PDPയെ തിരിച്ചറിയണം, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി വേറെയാണ് എന്ന് ക്ലാസ് എടുക്കണം. എന്താ കുഴപ്പമുള്ളത്? ആയി എന്ന് പറഞ്ഞിട്ടില്ല.
ആവരുത് എന്നാണ്. അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഞാൻ ലീഗുകാരനായിരിക്കുന്നിടത്തോളം ആണ് എനിക്ക് അഭിപ്രായം. ലീഗിനെ പോലെ ആവുക എന്നല്ല, അവർ ഒരു കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാവുന്നത്? എന്തിനാണ് ഉണ്ടാവുന്നത്? അല്ല, അത് വേറെ വിഷയമാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. സുന്നികളുടെ സർട്ടിഫിക്കറ്റ്, അതുകൊണ്ടാ പറഞ്ഞു. ഒറ്റ വാക്കിന്റെ വ്യത്യാസം എന്താ അറിയോ? അതായത് ഇത് കേൾക്കും. നിങ്ങൾ ഏതാ പത്രത? മാതൃഭൂമിയാണ്. ഏതാ മനസ്സിലായോ? നിങ്ങൾക്ക് പറയുന്നത് രണ്ടാളും പറയുന്ന വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ സുന്നികളുടെ എന്നും മൂപ്പര് സുന്നികളുടെ എന്നും സുന്നി ആവാന്നോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സുന്നി ആവാൻ ഒരുത്തന്റെ സർട്ടിഫിക്കറ്റും വേണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ പറയുക, ഒരൊറ്റ ഈ വാക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കി. സുന്നികളുടെ നിങ്ങൾ പറയുന്ന വാക്കിന് വ്യത്യാസമുണ്ട്. സുന്നി ആവാൻ ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ടാന്നുള്ളതും സുന്നികളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് ഞാൻ സുന്നിയല്ലേ? ഞങ്ങൾ ഇങ്ങനെ അത് നിങ്ങളെ ഭാഷയാണ്, എന്റെ ഭാഷ ആണല്ലോ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പൊതുവേദി പറഞ്ഞ കാര്യമല്ലേ. കേരളത്തിൽ നിങ്ങൾക്ക് അതാണ് ഈ ഒരു അറിവില്ലായ്മയുടെ പ്രശ്നം. സുന്നി ആശയം എന്ന് പറയുന്നത് ഷാഫി ഇമാമിനെ പിന്തുണക്കുന്ന ആളുകളുടെ, ഹനഫി വേറെയാണ്. കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളും സുന്നി ആശയത്തിൽ നിൽക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ചെറിയ പക്ഷമല്ല, മഹാഭൂരിപക്ഷം. അത് ഹനഫി, അമ്പലി എന്നൊക്കെ പറയുന്ന മുസ്ലിം ടേമുകൾക്കകത്തുള്ള കുറേ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് സുന്നിയാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ സുന്നിയാണെന്ന് പറയും. പക്ഷെ സുന്നികളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ വേറെയാണ്, മാറും. അത് നിങ്ങളെ ഭാഷയാണ്, എൻ്റെ അല്ല. നിങ്ങളാ ചോദിക്കുന്നത് മനസ്സിലായി എനിക്ക്. അല്ല, അങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എൻ്റെ